ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മളുടെ ഹോൾഡിങ്സ് സെല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് രീതിയിലായിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ഒന്നുകിൽ പവർ ഓഫ് അറ്റോർണി കൊടുത്തവരാണെങ്കിൽ നോർമലായിട്ട് സെല് ചെയ്യും, അങ്ങനെ സെല്ലായിട്ട് പോകും. പക്ഷേ പവർ ഓഫ് അറ്റോർണി കൊടുക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ടി പിൻ അടിച്ച് ഓതറൈസ് ചെയ്ത ശേഷമാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇനി ടി പിൻ വഴി സെല് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കാത്തവരാണെങ്കിൽ അവർക്കിത് പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിട്ടുണ്ടാവും. ഒന്ന്, ഡെയിലി അവർക്ക് ഓതറൈസ് ചെയ്യണം. അതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. സെല് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ സമയം നഷ്ടമാണ്, കുറച്ച് സമയം. ചില സമയത്ത് സെർവർ ഡൗൺ ആയിട്ടുണ്ടാകും, CDSL അത് ടി പിൻ അടിക്കാൻ പോകാൻ പറ്റില്ല. ഇപ്പോൾ GT2 ഓർഡർ വഴി സെല് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ടാർഗറ്റ് ടച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ്ലെസ് ടച്ചായിരിക്കാം. അങ്ങനെയാണെങ്കിലും അവർക്ക് ഡെയിലി ഓതറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് GT2 ഓർഡർ എന്നുള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ അതിലും റിസ്ക് ഉണ്ട്. കാരണം ബ്രോക്കേഴ്സ് പവർ ഓഫ് അറ്റോർണി മിസ്യൂസ് ചെയ്ത കേസുണ്ട്, മുമ്പ് കാർവിൻ്റെ കേസിലെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. പവർ ഓഫ് അറ്റോർണി ക്യാൻസൽ ചെയ്ത സമയത്ത് ടി പിന് ശേഷം സെബി കൊണ്ടുവന്ന മറ്റൊരു മെത്തേഡാണ് DDIP എന്നുള്ളത്. ഇപ്പോൾ അത് പല ബ്രോക്കേഴ്സിലും ഓൺലൈനായിട്ട് തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടി പിൻ അടിക്കാതെ തന്നെ പിന്നീട് സ്റ്റോക്കുകൾ സെല് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് നമുക്ക് പവർ ഓഫ് അറ്റോർണി പോലെ തന്നെ സ്റ്റോക്കുകൾ സെല് ചെയ്യാൻ എളുപ്പമാക്കും. പക്ഷേ പവർ ഓഫ് അറ്റോർണിൻ്റെ റിസ്ക് ഇതിലില്ല ശരിക്കും. കാരണം ഇത് ചില കാര്യത്തിന് മാത്രമേ ബ്രോക്കറിന് ഉപയോഗിക്കാൻ പറ്റൂ. കാരണം ഇപ്പോൾ സ്റ്റോക്കിൻ്റെ സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസിന്, അല്ലെങ്കിൽ ചില മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസിന്, അല്ലെങ്കിൽ പ്ലെഡ്ജിങ് അൺപ്ലെഡ്ജിങ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഒരു DDIP അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന പോലുള്ള റിസ്ക് നമുക്കിതിൽ വരുന്നില്ല. അപ്പോൾ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് അത് തന്നെയാണ്. ഇത് ചില സ്പെസിഫിക് കാര്യത്തിന് മാത്രമേ ബ്രോക്കറിന് ഉപയോഗിക്കാൻ പറ്റൂ DDIP എന്നുള്ളത്, പവർ ഓഫ് അറ്റോർണി പോലെ അല്ല. പിന്നെ രണ്ടാമത്തത്, പവർ ഓഫ് അറ്റോർണി നമ്മൾ ചെയ്യുന്ന സമയത്ത് അറിയായിരിക്കും നിങ്ങൾക്ക്, അതിൻ്റെ ഫിസിക്കൽ കോപ്പി തന്നെ ബ്രോക്കറിന് സൈൻ ഇട്ട് അയച്ചു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ DDIP നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. സൈൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. മിക്ക ബ്രോക്കറിലും അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സറോദ, സ്റ്റോക്സ് പോലുള്ള ഫയേഴ്സ് മിക്ക ബ്രോക്കറിലും ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കണം. ഞാൻ ഓരോ ബ്രോക്കറിലെയും പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ടി പിന് ഒരു പ്രയാസമായിട്ട് തോന്നുന്നവർക്ക് ഈ ഒരു സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. പവർ ഓഫ് അറ്റോർണി കൊടുക്കേണ്ട റിസ്ക്കും ഇല്ല, നമുക്ക് നല്ലൊരു ഈസി ആയിട്ട് സെല് ചെയ്യാനും പറ്റും. ഇപ്പോൾ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ അപ്സ്റ്റോക്സിലാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ പോവാം, അക്കൗണ്ട് സെക്ഷനിൽ. അതിൽ പോയ ശേഷം നമ്മുടെ ആക്ടിവേറ്റ് DDIP എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കാം. അതിൽ നമുക്ക് ആധാർ OTP വേണ്ടി വരും. ആധാർ മൊബൈൽ ലിങ്ക് ആയിരിക്കണം. ആധാർ നമ്പർ അടിച്ചു കൊടുക്കാൻ, നെക്സ്റ്റ് അടിക്കുമ്പോൾ OTP വരും. അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓൺലൈനായിട്ട് സൈൻ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പിന്നെ അത് ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് മെയിൽ വരും. സരോദാലാണെങ്കിലും സിമിലർ ആണ് പ്രൊസീജിയർ. കൺസോൾ സെക്ഷനിൽ പോവാം. അതിൽ ഡിമാറ്റ് സെക്ഷനിൽ പോയാൽ നമുക്ക് അവിടെയും നമുക്ക് സൈൻ ചെയ്യേണ്ടി വരും. ആധാർ മൊബൈൽ ലിങ്ക് ആയിരിക്കണം. അപ്പോൾ ആധാർ നമ്പർ അടിക്കേണ്ടി വരും, അതിൻ്റെ OTP അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ അതും സബ്മിറ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. മറ്റ് ബ്രോക്കറിലും സിമിലർ ആണ് പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും, നിങ്ങൾ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് സെക്ഷനിൽ പോയാൽ.